ഒന്ന് പറഞ്ഞാട്ടെ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. 2 മാസത്തിന്റെ മുകളിലായിട്ട് നമ്മള് തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം, ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. അതായത് ആൾക്കാര് നമ്മളെ കാണുന്നത് വെച്ചാല് നമ്മള് നിയാദ് വലിയൊരു കോടീശ്വരനാണ്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. അപ്പൊ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉള്ള ആൾക്കാരാണെന്ന ആൾക്കാരെ മൈൻഡിലുള്ളത്. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ അത്ര ഇല്ല. നമ്മള് ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. നമ്മള് കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ അതിന് നമ്മള് ഇതാക്കുന്നതിന്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപയോ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാന്, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാന്. പണം എനിക്കൊരു പ്രശ്നമല്ല. അതിൽ ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേന്റെ മേലെ പോകരുതെന്നാണ് റാംബോന്റെ എല്ലാം അടുത്ത നിയമം. എന്നാലും എനിക്ക് എൻ്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. യോഗ അല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി നല്ല പേരാ. 2-2.5 വർഷത്തോളമായിട്ട് ഈടെയുള്ള മമ്മൂന് എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ്? വിവോ. അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോണ്. പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. എന്നെ ചതിച്ചോ, എനിക്ക് താങ്ങാൻ പറ്റും. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവുമോ, നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ ഞാൻ പറയാം ഗൈസ്, എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. സംശയമൊന്നുമില്ലല്ലേ? ചായ കുടിച്ചാൽ ഇപ്പൊ 100 രൂപ കൂടിപ്പോയാൽ അതിന്റെ കണക്ക് ഒരു 10 പ്രാവശ്യം പറയും. പിന്നെ അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? 2 മിനിറ്റ് മിണ്ടാണ്ടിരുന്നാല് ലൈവ് കഴിഞ്ഞ പാട് തെറിവിളിയും പരിപാടി നല്ല പോലെ നമുക്ക് അറിയാം. ആ ഒരു തെറിവിളി നമുക്ക് അറിയാം, കാരണം ഈ ലൈവില് പോലും വിളിക്കാത്ത തെറികളാണ് നമ്മള് വിളിക്കല്. പൊന്നോ ഓന്റെ ഷഡ്ഡി കളിക്കിച്ചില്ല അടി, ഓന്റെ ഷഡ്ഡി കളിക്കിച്ചില്ല. അന്ന് പൈസ ഇല്ല, ചായ ഇല്ല. കാരണം റാംബോന്റെ എല്ലാം അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. മര്യാദക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ബൈ ബൈ.